ഹായ് ഫ്രണ്ട്സ്, പഴയ ഒരു മോണോബ്ലോക്ക് പമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതിയൊരു സബ്മേഴ്സിബിൾ മോട്ടർ കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മോട്ടറും കാര്യങ്ങളും എല്ലാം പൈപ്പെല്ലാം ഒട്ടിച്ച് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ആ ഒരു യൂണിറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നനയാതാണ് വെച്ചേക്കുന്നത്. മോട്ടർ ഓണാക്കി ടാങ്കിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് ആ പഴയ പൈപ്പിലുണ്ടായിരുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടാങ്കിൻ്റെ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. മോട്ടർ ചേഞ്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന വാട്ടർ ടാങ്ക് കൂടി മാറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പഴയ ഒരു 400-ൻ്റെ ഒരു കറുത്ത ടാങ്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പഴക്കം ചെന്ന ടാങ്കാണ്. ഒരു 10-14 വർഷം പഴക്കമുണ്ടെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടാങ്ക് മാറ്റിയിട്ട് നമ്മൾ 3 ലെയറിൻ്റെ ഒരു വൈറ്റ് ടാങ്ക് കൂടി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോളും കാര്യങ്ങളും എല്ലാം അടിച്ച് ടാങ്ക് കണക്ടറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ടാങ്ക് വെക്കുന്ന ഭാഗത്ത് പൂപ്പലും പായലും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടാങ്ക് അവിടേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ലൈനിലുണ്ടായിരുന്ന വെള്ളം എല്ലാം അടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ടാങ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തത്. ലൈനെല്ലാം സെറ്റ് ചെയ്തിട്ട് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് ഇത്തരത്തിൽ വൈറ്റ് ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാവാതെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും.